നമസ്കാരം. പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് LGSന്റെ റിവിഷൻ ക്ലാസ് 3 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, സെക്രട്ടേറിയറ്റ് LGS റിവിഷൻ ക്ലാസ് 3. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് 1 ആണ്. 2014 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തതിനു ശേഷം അതിനകത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട. ഇന്ത്യയും അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് 1. ഒന്നാമത്തെ ചോദ്യം, ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനം. ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ സുഹൃത്തുക്കളെ? 7ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്തുള്ള രാജ്യം ആരാ സുഹൃത്തുക്കളെ? അത് റഷ്യയാണ്. 2ാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്. 3ാം സ്ഥാനത്തുള്ള രാജ്യം USA അഥവാ അമേരിക്കയാണ്. 4ാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ അത് കാനഡയാണ്. 5ാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീലാണ്. 6ാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. അതുപോലെ 7ാം സ്ഥാനത്തുള്ള രാജ്യമാരാണ്? ഇന്ത്യയാണ്. ഇത് പഠിക്കാനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ? RCUC ബായി എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പൊ ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 7ാം സ്ഥാനമാണ്. ആ 7ാം സ്ഥാനം മുതൽ അതിന് തൊട്ടു മുമ്പ് 1ാം സ്ഥാനം വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് ഈ 7 രാജ്യങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ലോകത്തില് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തില് 7ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ. 1ാം സ്ഥാനത്തുള്ള രാജ്യം ആരാ? റഷ്യയാണ്. 2ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? കാനഡയാണ്. 3ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? USA ആണ്. 4ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? കാനഡയാണ്. 5ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ്. 6ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. അതുപോലെ 7ാം സ്ഥാനത്ത് ഏതാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. അപ്പോൾ ഇത് പഠിക്കാനുള്ള കോഡ് എന്താണ്? RCUC ബായി എന്നങ്ങ് പഠിച്ചു വെക്കുക. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ എത്രയാ? 1ാം സ്ഥാനമാണ് കേട്ടോ. ഇത് പഴയ ക്വസ്റ്റ്യൻ ആണ്. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമായിപ്പോ? 1ാം സ്ഥാനമാണ്. നമ്മള് 2ാം സ്ഥാനം ആരാണ്? അത് ചൈനയാണ്. ഓർക്കുക, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 1ാം സ്ഥാനം. 2ാം സ്ഥാനം ആരാ? ചൈനയാണ്. ഇന്ത്യയുടെ തെക്കുവടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്കുവടക്ക് നീളം എത്രയാ? 3214 കിലോമീറ്റർ. അതായത് നോർത്ത് ടു നമ്മുടെ എന്താണ് സൗത്ത് വരെയുള്ള നീളം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. തെറ്റിപ്പോവല്ലേ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാ? ബംഗ്ലാദേശ് ആണ്, അല്ലാതെ ചൈനയല്ല. ഇപ്പോഴും പറയുന്നു, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാ? അത് ബംഗ്ലാദേശ് ആണ്, അല്ലാതെ ചൈനയല്ല. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. ഇനി കരയതിർത്തി പങ്കിടുന്നത് എന്ന് പറയാതെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാലിദ്വീപാണ് കേട്ടോ. മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരായിട്ട് മാറുന്നു? ഭൂട്ടാനായിട്ട് മാറുന്നു. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ് സംസ്ഥാനം, ഇല്ലെങ്കിൽ ഓപ്ഷനിൽ ആന്ധ്ര സംസ്ഥാനം എന്ന് കൊടുത്തിരിക്കും. ഭാഷാ അടിസ്ഥാനത്തില് ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ആന്ധ്ര സംസ്ഥാനം എന്ന പേരിൽ പറയുന്നു. ആന്ധ്ര സംസ്ഥാനം രൂപീകരണത്തിന് നിരാഹാര സമരം നടത്തിയും മരണം വരിച്ച നേതാവ് പോറ്റി ശ്രീരാമലു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് നിരാഹാര സമരം നടത്തി മരണം വരിച്ച നേതാവ് ആരായിരുന്നു? പോറ്റി ശ്രീരാമലു ആയിരുന്നു. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാ? കടുവയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. 1972 മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഹമാണ്. പഠിച്ചോളണേ, 1972 മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? അത് സിംഹമായിരുന്നു. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. പഠിച്ചോളണേ, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. ഇന്ത്യയുടെ ദേശീയ ഫലം എന്താ? മാങ്ങയാണ്. ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്നറിയപ്പെടുന്നത് ഹിന്ദിയാണ്. ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്നറിയപ്പെടുന്നത് ഹിന്ദിയാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ഗംഗാ ഡോൾഫിൻ ആണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ആരാ? ഗംഗാ ഡോൾഫിൻ ആണ്. ഇത്രയും പോയിന്റ്സ് നമ്മളെ പ്രത്യേകിച്ച് പ്രിലിംസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വ്യക്തമായിട്ട് പഠിച്ചോളണം. കാരണം ഉറപ്പായിട്ടും എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? റഷ്യയാണ്. 2ാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്. 3ാം സ്ഥാനത്തുള്ള രാജ്യം അമേരിക്ക അല്ലെങ്കിൽ USA ആണ്. 4ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? കാനഡയാണ്. 5ാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീലാണ്. 6ാം സ്ഥാനത്തുള്ള രാജ്യം ഓസ്ട്രേലിയയാണ്. 7ാം സ്ഥാനത്തുള്ളത്
നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഇത് പഠിക്കേണ്ട കോഡ് എന്താണ്? RCUC ബായി എന്നങ്ങ് പഠിച്ചു വെക്കുക. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം ആരാ? ചൈനയാണ്. ഇന്ത്യയുടെ തെക്കുവടക്ക് നീളം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സ്ഥലം എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശ് ആണ്, അല്ലാതെ ചൈനയല്ല. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. ഇനി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താ? മാലിദ്വീപാണ്. അപ്പോ ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിക്കുമ്പോൾ ഭൂട്ടാനും, ഇനി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപുമാണ്. തെറ്റിക്കരുത്. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് നിരാഹാര സമരം നടത്തി മരണം വരിച്ച നേതാവ് പോറ്റി ശ്രീരാമലു. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. 1972 മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കണക്കാക്കിയിരുന്നത് സിംഹത്തെയായിരുന്നു. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്താ? പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാ? ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പഠിച്ചോളനെ, ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ കലാരൂപമാണ് കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ കലാരൂപമാണ് കുച്ചിപ്പുടി. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ്. അതിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അത് ജഞ്ചാവതിയാണ് കേട്ടോ. ഓർത്തു വെച്ചോളനെ, ജഞ്ചാവതി എന്നാണ്. പണ്ട് കാലത്തൊക്കെ ഒത്തിരി ചോദിച്ചിരുന്നു, ഇപ്പൊ അങ്ങനെ കാണാറില്ല. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ആ റബ്ബർ ഡാമിന്റെ പേരെന്താണ്? ജഞ്ചാവതി എന്നാണ്. ഇന്ത്യയിലെ ആദ്യ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിതമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിതമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിലാണ് ഈ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിതമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിലാണ് ഈ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിച്ചത്. തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ബോറ ഗുഹ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ്. പഠിച്ചോളനെ, ബോറ ഗുഹ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ്. ഇന്ത്യയിലെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഹൈദരാബാദ് ആണ്. ദേശീയ ഗ്രാമീണ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ ഗ്രാമീണ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇന്ത്യയുടെ IPS പരിശീലന കേന്ദ്രമായ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഹൈദരാബാദ് ആണ്. ഇന്ത്യയുടെ IPS പരിശീലന കേന്ദ്രമായ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഹൈദരാബാദിലാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. രാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. രാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? അത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ആണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളും ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശുമാണ്. ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ കലാരൂപം കുച്ചിപ്പുടി. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അതിന്റെ പേരെന്താ? ജഞ്ചാവതി എന്നാണ്. ഇന്ത്യയിലെ ആദ്യ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. എവിടെയാണ് അത് സ്ഥാപിച്ചത്? കാക്കിനടയിലാണ്. തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ്. ബോറ ഗുഹ ഏത് സംസ്ഥാനത്തെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം. ഇന്ത്യയിലെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ് ആണ്. ദേശീയ ഗ്രാമീണ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇന്ത്യയുടെ IPS പരിശീലന കേന്ദ്രമായ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഹൈദരാബാദ് ആണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് ആണ്. രാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. പഠിക്കുക. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി ഹൈദരാബാദിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്മാരകമാണ് ചാർമിനാർ. ഈ ഇടയ്ക്ക് ചോദിച്ചതേ ഉള്ളൂ. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി ഹൈദരാബാദിൽ സ്ഥാപിക്കപ്പെട്ട സ്മാരകം അറിയപ്പെടുന്ന പേരാണ്
ചാർമിനാർ. നെഹ്റു സുവോളജിക്കൽ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. നെഹ്റു സുവോളജിക്കൽ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. തെലങ്കാനയുടെ തലസ്ഥാനമായി കരുതുന്ന ഏതാണ്? ഹൈദരാബാദ് കേട്ടോ. തെലങ്കാനയുടെ തലസ്ഥാനം ഇപ്പോൾ ഏതാണ്? ഹൈദരാബാദാണ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ പോളോ. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് YS രാജശേഖര റെഡ്ഡി. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാ? YS രാജശേഖര റെഡ്ഡിയാണ്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈയാണ്. തമിഴ്നാടിന്റെ തലസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? ചെന്നൈയാണ്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. തമിഴ്നാട്ടിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? അത് CN അണ്ണാദുരൈയാണ്. തമിഴ്നാട്ടിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? CN അണ്ണാദുരൈയാണ്. തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ജാനകി രാമചന്ദ്രൻ. നമുക്കറിയാം MGRന്റെ ഭാര്യയായിട്ടുള്ള ജാനകി രാമചന്ദ്രനാണ് തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. തമിഴ്നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം തഞ്ചാവൂരാണ്. ഈ ഇടയ്ക്ക് ചോദിച്ചതേ ഉള്ളൂ. തമിഴ്നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? തഞ്ചാവൂരാണ്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? തമിഴ്നാട്ടിന്റെ. അതും ഇപ്പോ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതേ ഉള്ളൂ. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടിന്റെ നൃത്തരൂപമാണ്. തെലുങ്ക് ദേശം പാർട്ടിയുടെ സ്ഥാപകൻ NT രാമറാവു ആണ്. തെലുങ്ക് ദേശം പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? NT രാമറാവു ആണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMKയുടെ സ്ഥാപകൻ CN അണ്ണാദുരൈയാണ്. പഠിച്ചോളണേ. തെലുങ്ക് ദേശം പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? TN രാമറാവു ആണ്. ഇനി ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMKയുടെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് CN അണ്ണാദുരൈയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി ഹൈദരാബാദിൽ സ്ഥാപിക്കപ്പെട്ട സ്മാരകം ചാർമിനാർ. നെഹ്റു സുവോളജിക്കൽ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ പോളോ. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡി. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈയാണ്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. തമിഴ്നാട്ടിലെ ആദ്യ മുഖ്യമന്ത്രി CN അണ്ണാദുരൈയാണ്. തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് ജാനകി രാമചന്ദ്രനാണ്. തമിഴ്നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം തഞ്ചാവൂരാണ്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? തമിഴ്നാടിന്റെ നൃത്തരൂപമാണ്. തെലുങ്ക് ദേശം പാർട്ടിയുടെ സ്ഥാപകൻ NT രാമറാവു ആണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMKയുടെ സ്ഥാപകനാരാണ്? CN അണ്ണാദുരൈയാണ്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. സ്കൂൾ പാഠ്യപദ്ധതിയിലെ ചെസ് ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ്. പട്ടിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പ്രദേശമാണ് കാഞ്ചീപുരം. പട്ടിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലം അല്ലെങ്കിൽ പ്രദേശം ചോദിച്ചാൽ ഏതാണ്? അത് കാഞ്ചീപുരമാണ്. ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ്. ഇന്ത്യയിൽ യുദ്ധ ടാങ്കുകൾ നിർമ്മിക്കുന്ന സ്ഥലം ആവടി. പഠിച്ചോളനെ. ഇന്ത്യയിലെ യുദ്ധ ടാങ്കുകൾ നിർമ്മിക്കുന്ന സ്ഥലം ഏതാണ്? അത് ആവടിയാണ്. കേപ്പ് കൊമറിൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം കന്യാകുമാരി. കേപ്പ് കൊമറിൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം കന്യാകുമാരി. കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകത്തിന് സമീപമുള്ള പ്രതിമ ആരുടേതാണ്? തിരുവള്ളുവർ. പഠിച്ചോളനെ. കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിന് സമീപത്തുള്ള പ്രതിമ ആരുടേതാണ്? തിരുവള്ളുവരുടെയാണ്. 19ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ ജനിച്ച് പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു രാമാനുജൻ. 19ാം നൂറ്റാണ്ടില് തമിഴ്നാട്ടിൽ ജനിച്ച പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു രാമാനുജൻ. കർണാടക സംസ്ഥാനത്തിലെ പ്രധാന ഭാഷ കന്നഡ ഭാഷ. കർണാടക സംസ്ഥാനത്തിലെ പ്രധാന ഭാഷ ഏതാണ്? അത് കന്നഡ ഭാഷയാണ്. ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂരാണ്. പഠിച്ചോളണേ. ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? അത് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ ഉദ്യാനം എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ ഉദ്യാനം എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏതാണ്? അത് ബാംഗ്ലൂരാണ്. ലാൽബാഗ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ലാൽബാഗ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ആസ്ഥാനം ബാംഗ്ലൂര്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ആസ്ഥാനം ഏതാണ്? അത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാ? ബാംഗ്ലൂരാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. പട്ടിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലം കാഞ്ചീപുരം.
ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. ഇന്ത്യയിൽ യുദ്ധ ടാങ്കുകൾ നിർമ്മിക്കുന്ന സ്ഥലം ആവടി. കേപ്പ് കൊമറിൻ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കന്യാകുമാരി. കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകത്തിന് സമീപമുള്ള പ്രതിമ ആരുടേതാണ്? തിരുവള്ളുവരുടേത്. 19-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ ജനിച്ച പ്രശസ്തനായ ഗണിത ശാസ്ത്രജ്ഞനാരായിരുന്നു രാമാനുജൻ. കർണാടക സംസ്ഥാനത്തിന്റെ പ്രധാന ഭാഷ കന്നഡ ഭാഷ. ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂരു. ഇന്ത്യയുടെ ഉദ്യാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പട്ടണം ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ ലാൽ ബാഗ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ആസ്ഥാനം ബാംഗ്ലൂരു. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ബാംഗ്ലൂരാണ്. പഠിക്കുക. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈസൂരാണ്. കുറച്ചു നാൾ മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൈസൂരാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടകത്തിലെ ജോഗ് വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജെർസപ്പോ എന്ന്. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഗർസപ്പോ അല്ലെങ്കിൽ ജെർസപ്പോ എന്നൊക്കെ പറയും. ഇന്ത്യയിൽ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകത്തിലാണ്. അവൻ അറിയപ്പെടുന്ന പേരെന്താണ്? ജോഗ് വെള്ളച്ചാട്ടമാണ്. അതുപോലെ തന്നെ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ജെർസപ്പോ വെള്ളച്ചാട്ടമാണ്. രംഗൻതിട്ടു പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. രംഗൻതിട്ടു പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകത്തിലാണ്. പഠിച്ചോളനെ, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകത്തിലാണ്. കോളാർ സ്വർണ്ണക്കനി ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകത്തിൽ. കോളാർ സ്വർണ്ണക്കനി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകത്തിലാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കർണാടകത്തിലെ പ്രദേശമാണ് ഹംപി. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കർണാടകത്തിലെ പ്രദേശത്തിന്റെ പേരെന്താ? ഹംപി എന്നാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇപ്പോൾ അങ്ങ് ചോദിച്ചതേ ഉള്ളേ. ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലാണ്. കൺഫ്യൂഷൻ ഉണ്ടാവും, പഠിച്ചോളനെ. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈസൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് കർണാടകത്തിലെ ജോഗ് വെള്ളച്ചാട്ടമാണ്. ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു പേരെന്താണ്? ജെർസോപ്പ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ജെർസോപ്പ എന്നറിയപ്പെടുന്നു. രംഗൻതിട്ടു പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകത്തിലാണ്. കോളാർ സ്വർണ്ണക്കനി ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകത്തിലാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കർണാടകത്തിലെ പ്രദേശം ഹംപിയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനം ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. പഠിക്കുക. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരം ഏതാ? ലക്നൗ ആണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ലക്നൗ ആണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഗ്രയാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഗ്രയാണ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്നർത്ഥം. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെട്ട അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സാരനാഥ്. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെട്ട അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? സാരനാഥാണ്. ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ബീഹാർ ആണ്. മഹദയുടെ തലസ്ഥാനമായ പാടലീപുത്രം ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു?
പാറ്റ്ന എന്ന പേരിൽ അറിയപ്പെടുന്നു. മഗധ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള പാടലീപുത്രം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പാറ്റ്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോവയാണ്. വിദേശാധിപത്യത്തിൽ നിന്നും ഏറ്റവും ഒടുവിൽ മോചിതമായ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. വിദേശാധിപത്യത്തിൽ നിന്നും ഏറ്റവും ഒടുവിൽ മോചിതമായ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച വർഷം 1961. പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച വർഷം എത്രയാ? 1961. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. പഠിച്ചോളനെ, എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം 1556 സ്ഥാപിക്കപ്പെട്ടത് ഗോവയിലാണ്. പഠിച്ചോളനെ, ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം 1556 സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഗോവയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരം ലക്നൌ ആണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഗ്രയാണ്. അതായത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെട്ട അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? സാരനാഥാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാർ ആണ്. ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. മഗധയുടെ തലസ്ഥാനമായ പാടലീപുത്രം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പാറ്റ്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. വിദേശാധിപത്യത്തിൽ നിന്നും ഏറ്റവും ഒടുവിൽ മോചിതമായ ഇന്ത്യൻ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവയാണ്. പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച വർഷം 1961. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം 1556 സ്ഥാപിക്കപ്പെട്ടത് ഗോവയിലാണ്. ഡംബോളിൻ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. ഡംബോളിൻ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പനാജി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനാജിയിലാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് ആണ്. ഇന്ത്യയുടെ ധാന്യപുര എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? അത് പഞ്ചാബാണ്. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാ? പഞ്ചാബാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം പഞ്ചാബാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം പഞ്ചാബാണ്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ജാലിയൻ വാല ബാഗ് സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ ആണ്. അമൃത്സർ എന്ന് പറഞ്ഞാൽ പഞ്ചാബ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് കേട്ടോ. ജാലിയൻ വാല ബാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമൃത്സറിലാണ്. ഈ അമൃത്സർ എവിടെയാണ്? പഞ്ചാബ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? പഞ്ചാബിലാണ്. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാ? പഞ്ചാബിലാണ്. 1984 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ് ഭിന്ദ്രൻവാലയാണ്. പഠിച്ചോളനെ, 1984 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ് ആരാ? അത് ഭിന്ദ്രൻവാലയാണ്. ഏറ്റവും കുറവ് വനഭൂമിയുള്ള സംസ്ഥാനം ഹരിയാന. ഏറ്റവും കുറവ് വനഭൂമിയുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ്. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാ? ഹരിയാനയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡംബോളി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്നത് പനാജി. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം പഞ്ചാബ്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ജാലിയൻ വാല ബാഗ് സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ പഞ്ചാബില്. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? പഞ്ചാബിലാണ്. 1984 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ് ഭിന്ദ്രൻവാലയാണ്. ഏറ്റവും കുറവ് വനഭൂമിയുള്ള സംസ്ഥാനം ഹരിയാനയാണ്. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. പഠിക്കുക. മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഹരിയാനയാണ്. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
ഹരിയാനയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൗൺ എന്നറിയപ്പെടുന്നത് പാനിപ്പത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൗൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? പാനിപ്പത്താണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാ? അരുണാചൽ പ്രദേശ് ആണ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. മോൻപ, അഗ തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ നിലവിലുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. മോൻപ, അഗ തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ നിലവിലുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം എന്താണ്? ഇറ്റാനഗർ ആണ്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം എന്താണ്? ഇറ്റാനഗർ ആണ്. ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. LGSന് ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ആസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപം സാത്രിയയാണ്. പഠിച്ചോളണേ. ആസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപം ഏതാ? സാത്രിയയാണ്. ഏഷ്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയി ആണ്. മിക്കുള്ളവരും തെറ്റിക്കുന്നതാണ്. ഏഷ്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ഏതാ? ദിഗ്ബോയി ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായിട്ടുള്ള മജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആസാമാണ്. മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ് ആണ്. മേഘാലയയുടെ തലസ്ഥാനം എന്താണ്? ഷില്ലോങ് ആണ്. മേഘങ്ങള് ചില്ല് പോലെ പൊട്ടി വീഴുമെന്ന് ആലോചിച്ചാൽ മതി. മേഘാലയയുടെ തലസ്ഥാനം ഏതാണ്? ഷില്ലോങ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഹരിയാന. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൗൺ എന്നറിയപ്പെടുന്നത് പാനിപ്പത്താണ്. ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. മോൻപ, അഗ തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഇറ്റാനഗർ ആണ്. ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. രണ്ടാം സ്ഥാനം ആരാ സുഹൃത്തുക്കളെ? ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് അത് വെസ്റ്റ് ബംഗാൾ ആണ് കേട്ടോ. അതുകൊണ്ട് ഒന്ന് പഠിച്ചു വെച്ചോളണേ. ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ് ഒന്നാമത്. രണ്ടാം സ്ഥാനം ആരാ? വെസ്റ്റ് ബംഗാൾ ആണ്. ആസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപം സാത്രിയയാണ്. ആസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപം സാത്രിയയാണ്. ഏഷ്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയി ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാമാണ്. മേഘാലയയുടെ തലസ്ഥാനം ഏതാണ്? ഷില്ലോങ് ആണ്. മേഘം ചില്ല് പോലെ പൊട്ടി വീഴുമെന്ന് ഓർക്കുക. മേഘാലയയുടെ തലസ്ഥാനം ഏതാണ്? ഷില്ലോങ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായ മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായിട്ടുള്ള മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്. ചിറാപുഞ്ചി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് മേഘാലയയിലാണ്. പഠിച്ചോളണേ. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നതും മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നതും ഒരേ സംസ്ഥാനത്ത് തന്നെയാണ്. സംസ്ഥാനത്തിന്റെ പേരെന്താ? മേഘാലയയാണ്. നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1963. നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1963 ആണ്. നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമയാണ്. നാഗാലാൻഡ് തലസ്ഥാനം കൊഹിമയാണ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. മണിപ്പൂരിന്റെ തലസ്ഥാനം ഇംഫാൽ ആണ് കേട്ടോ. മണിപ്പൂരിന്റെ തലസ്ഥാനം ഏതാണ്? ഇംഫാൽ ആണ്. മണിയടിച്ചാൽ പാല് കിട്ടുമെന്ന് ഓർക്കുക. മണിപ്പൂരിന്റെ തലസ്ഥാനം ഏതാണ്? ഇംഫാൽ ആണ്. മണിപ്പൂരിന്റെ തലസ്ഥാനം ഇംഫാൽ ആണ്. അഫ്സപ കരിനിയമത്തിനെതിരെ പോരാടുന്ന മനുഷ്യാവകാശ പ്രവർത്തക ഈറോം ഷാനു ശർമിള, അല്ലെങ്കിൽ നമ്മുടെ ഈറോം ശർമിള നമ്മൾ പറയും, അവര് മണിപ്പൂരുകാരിയാണ് കേട്ടോ. അപ്പോ അഫ്സപ കരിനിയമത്തിനെതിരെ പോരാടുന്ന മനുഷ്യാവകാശ പ്രവർത്തക ആരാണ്? ഈറോം ഷാനു ശർമിള അല്ലെങ്കിൽ ഈറോം ശർമിള. അവരെവിടത്തുകാരിയാ? മണിപ്പൂരുകാരിയാണ്. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ ആണ്. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ ആണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? മിസോറാം ആണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശ് ആണ്. ഓർത്തോളനെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശ് ആണ്. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അത് മിസോറാം ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? പശ്ചിമ ബംഗാൾ ആണ്. ചണം ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്.
ചണ ഉൽപാദനത്തില് മുൻപന്തിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മുടെ പ്രിലിംസിൽ ചോദിച്ചതാണ്, അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ബംഗാളിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഏതാണ്? അത് ബംഗാളിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ സംസ്ഥാനത്തിലാണ്. ചിറാപുഞ്ചി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിലാണ്. നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നത് 1963 നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമയാണ്. നാഗം കൊത്തുമെന്ന് ഓർക്കുക. നാഗാലാൻഡ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? കൊഹിമയാണ്. നാഗം കൊത്തുമെന്ന് ഓർക്കുക. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. മണിപ്പൂരിന്റെ തലസ്ഥാനം ഇംഫാലാണ്. മണിയടിച്ചാൽ പാല് കിട്ടുമെന്ന് ഓർക്കുക. അപ്സഭ കരിനിയമത്തിനെതിരെ പോരാടുന്ന മനുഷ്യാവകാശ പ്രവർത്തക ഈറോം ഷാനു ശർമിളയാണ്. അവർ മണിപ്പൂരുകാരിയാണ്. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ ആണ്. മിസോറാമിന്റെ തലസ്ഥാനം ഏതാണ്? ഐസ്വാൾ ആണ്. ഐസിനെ നമ്മൾ മിസ് ചെയ്യുന്നെന്ന് ഓർക്കുക. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാമാണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാ? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ചണം ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ബംഗാളി ഭാഷയാണ്. പഠിക്കുക. പശ്ചിമ ബംഗാളിന്റെ ഭരണസിരാ കേന്ദ്രം റൈറ്റേഴ്സ് ബിൽഡിംഗ് ആണ്. പശ്ചിമ ബംഗാളിന്റെ ഭരണസിരാ കേന്ദ്രം അറിയപ്പെടുന്ന പേരെന്താണ്? റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. ഗംഗാ നദി സമുദ്രത്തിൽ പതിക്കുന്നത് ഏത് സംസ്ഥാനത്തിൽ വെച്ചാണ്? പശ്ചിമ ബംഗാളിൽ വെച്ച്. ഗംഗാ നദി സമുദ്രത്തിൽ പതിക്കുന്നത് ഏത് സംസ്ഥാനത്ത് വെച്ചാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിൽ വെച്ചാണ്. ടൂറിസ്റ്റ് കേന്ദ്രമായ ഹും മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാള്. ടൂറിസ്റ്റ് കേന്ദ്രമായ ഹും മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? പശ്ചിമ ബംഗാളാണ്. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. കൽക്കട്ട നഗരത്തിന്റെ ശില്പി ജോബ് ചർണോക്ക് ആണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. കൽക്കട്ട അല്ലെങ്കിൽ കൊൽക്കത്ത നഗരത്തിന്റെ ശില്പി ആരാ? ജോബ് ചാർണോക്ക് ആണ്. ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കൊൽക്കത്ത. ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാ? കൊൽക്കത്തയാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഭാരത സേവാശ്രമ സംഘത്തിന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഭാരത സേവാശ്രമ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ്. വിക്ടോറിയ മെമ്മോറിയൽ ഹാള് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ്. വിക്ടോറിയ മെമ്മോറിയൽ ഹാള് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എവിടെയാ സ്ഥാപിച്ചത്? കൊൽക്കത്തയിലാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ്? അതും കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇന്ത്യയിലെ ആദ്യത്തെ വുമൻസിന്റെ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണ്? അത് മഹാരാഷ്ട്രയാണ്. അത് ആരാ ആരംഭിച്ചത്? അത് DK കാർവേ ആണ്. ഇതിപ്പോ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ വുമൻസ് യൂണിവേഴ്സിറ്റി, വനിതാ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. സ്ഥാപിച്ചതാരാ? അത് DK കാർവെയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പശ്ചിമ ബംഗാളിന്റെ ഭരണസിരാ കേന്ദ്രം അറിയപ്പെടുന്ന പേര് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നാണ്. ഗംഗാ നദി സമുദ്രത്തിൽ പതിക്കുന്നത് ഏത് സംസ്ഥാനത്തിൽ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിൽ വെച്ചാണ്. ടൂറിസ്റ്റ് കേന്ദ്രമായ ഹും മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. കൊൽക്കത്ത നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോബ് ചാർണോക്ക് ആണ്. ഹൂഗ്ലി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കൊൽക്കത്ത. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഭാരത സേവാശ്രമ സംഘത്തിന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ്. വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥാപിച്ചത്? അത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത് മഹാരാഷ്ട്രയാണ്. സ്ഥാപിച്ചത് ആരാ? DK കാർവെയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ്. ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനമായ ബേലൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇമ്പോർട്ടന്റ് ആണ്. ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനമായ ബേലൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം
പശ്ചിമ ബംഗാളാണ്. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് മദർ തെരേസയാണ്. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാ? മദർ തെരേസയാണ്. കൽക്കത്തയിൽ പ്രവർത്തിക്കുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടനയിൽ മദർ തെരേസയുടെ പിൻഗാമിയായി ചുമതലയേറ്റത് സിസ്റ്റർ നിർമ്മലയാണ്. പഠിച്ചോളനെ, കൽക്കത്തയിൽ പ്രവർത്തിക്കുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടനയുടെ മദർ തെരേസയുടെ പിൻഗാമിയായി ചുമതലയേറ്റത് ആരാണ്? സിസ്റ്റർ നിർമ്മലയാണ്. ഇന്ത്യയിലെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാ? ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ്, നിലക്കടല, പഞ്ഞി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ്, നിലക്കടല, പഞ്ഞി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. ഗുജറാത്തിന്റെ തലസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിനഗർ ആണ്. ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗർ ആണ്. ഗർഭ നൃത്തം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? ഗുജറാത്തിന്റെ. ഗർഭ നൃത്തം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ് സുഹൃത്തുക്കളെ? ഗുജറാത്തിന്റെ കലാരൂപമാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം അഹമ്മദാബാദ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? അഹമ്മദാബാദ് ആണ്. വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ്. വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിലാണ്. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ആനന്ദാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആനന്ദിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനമായ ബേലൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് മദർ തെരേസ. കൽക്കത്തയിൽ പ്രവർത്തിക്കുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടനയിൽ മദർ തെരേസയുടെ പിൻഗാമിയായി ചുമതലയേറ്റത് സിസ്റ്റർ നിർമ്മലയാണ്. ഇന്ത്യയിലെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ്, നിലക്കടല, പഞ്ഞി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ്. ഗർഭ നൃത്തം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? ഗുജറാത്തിന്റെ. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം അഹമ്മദാബാദ്. വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിലാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ആനന്ദാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണുന്ന ഗീർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിലാണ്. പഠിച്ചോളനെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണുന്ന ഗീർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. ശ്രീകൃഷ്ണന്റെ തലസ്ഥാന നഗരമായിരുന്ന ഗുജറാത്തിലെ സ്ഥലമായിരുന്നു ദ്വാരക. ശ്രീകൃഷ്ണന്റെ തലസ്ഥാന നഗരമായിരുന്ന ഗുജറാത്തിലെ സ്ഥലം അറിയപ്പെടുന്ന പേരെന്താ? ദ്വാരക എന്നായിരുന്നു. അക്ഷർധാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. അക്ഷർധാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എവിടെയാ? ഗുജറാത്താണ്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേയുള്ളേ. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിമാചൽ പ്രദേശ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാ? അത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം സിംലയാണ്. ഹിമാചൽ പ്രദേശിന്റെ സംസ്ഥാനം ഏതാ? സിംലയാണ്. ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വര. ദൈവത്തിന്റെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്നത് കുളു താഴ്വര. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനമായി 2013 ജൂലൈയിൽ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. നല്ലൊരു ചോദ്യമാണ്, പഠിച്ചോളനെ. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനമായിട്ട് 2013 ജൂലൈയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമല്ല കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീർ ആണ് കേട്ടോ. പണ്ടത്തെ ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ വന്നത്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാ? അത് ജമ്മു കാശ്മീർ ആണ്. കുങ്കുമപ്പൂവിന്റെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം കാശ്മീർ ആണ്. കുങ്കുമപ്പൂവിന്റെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കാശ്മീർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ജമ്മു കാശ്മീർ ആണ്. ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷ എന്തായിരുന്നു? ഉറുദു ആയിരുന്നു. ജമ്മു കാശ്മീരിലെ പ്രധാന ഭാഷകളാണ് ഡോഗ്രി, കാശ്മീരി, ഉറുദു. ജമ്മു കാശ്മീരിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ഭാഷകളാണ് ഡോഗ്രി, കാശ്മീരി, ഉറുദു എന്നിവ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണുന്ന ഗീർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത് സംസ്ഥാനത്ത്. ശ്രീകൃഷ്ണന്റെ തലസ്ഥാനമായ നഗരമായ ഗുജറാത്തിലെ സ്ഥലം ദ്വാരകയാണ്. അക്ഷർധാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത്
ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം സിംലയാണ്. ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വര. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനമായി 2013 ജൂലൈയിൽ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. കുങ്കുമപ്പൂവിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? കാശ്മീരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അല്ലെങ്കിൽ പ്രദേശം ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷ എന്തായിരുന്നു? ഉറുദു ആയിരുന്നു. ജമ്മു കാശ്മീരിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഭാഷകളാണ് ഡോഗ്രി, കാശ്മീരി, ഉറുദു എന്നിവ പഠിക്കും. മുംബൈയിലെ ടവർ ഓഫ് സൈലൻസ് ഏത് മതവിഭാഗക്കാരുടെ ആരാധനാ നിലയമാണ്? പാഴ്സികളുടെ. പഠിച്ചോളനെ. മുംബൈയിലെ ടവർ ഓഫ് സൈലൻസ് എന്നത് ഏത് മതവിഭാഗക്കാരുടെ ആരാധനാ നിലയമാണെന്ന് ചോദിച്ചാൽ അത് പാഴ്സികളുടെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന കൊട്ടാരം ആഘാ ഖാൻ കൊട്ടാരം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന കൊട്ടാരം ഏതായിരുന്നു? ആഘാ ഖാൻ കൊട്ടാരമായിരുന്നു. ദ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെയാണ്. ദ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയാണ്. ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം നാഗ്പൂർ ആണ്. ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? നാഗ്പൂർ ആണ്. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് കേട്ടോ. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ്. അജന്ത ഗുഹാ ചിത്രങ്ങൾക്ക് പ്രതിപാദിച്ചിരിക്കുന്ന ചിത്രങ്ങൾ എന്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ജാതക കഥകളിൽ നിന്നുമാണ്. അജന്ത ഗുഹകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന എന്തിൽ നിന്നാണ്? ജാതക കഥകളിൽ നിന്നുമാണ്. ഊഴമനുസരിച്ച് കുംഭമേള നടക്കുന്ന ഇന്ത്യയിലെ 4 സ്ഥലങ്ങളാണ് പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക്. ഊഴമനുസരിച്ച് കുംഭമേള നടക്കുന്ന ഇന്ത്യയിലെ 4 സ്ഥലങ്ങളാണ് പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക്. ഇത് ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് പഠിക്കാനായിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. വേറൊന്നുമല്ല, HANU, ഹനുമാന്റെ കുംഭമേള എന്നങ്ങ് പഠിച്ചു വെക്കുക. ഹനുമാന്റെ കുംഭമേള എന്നങ്ങ് പഠിച്ചു വെക്കുക. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിദ്വാർ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹബാദ് ആണ്. അലഹബാദിന്റെ ഇപ്പോഴത്തെ പേരാണ് പ്രയാഗ് രാജ് എന്നുള്ളത്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്, U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജയിനിയാണ് കേട്ടോ. അപ്പോ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിദ്വാർ, A എന്ന് പറഞ്ഞാൽ അലഹബാദ്. അലഹബാദിന്റെ ഇപ്പോഴത്തെ പേരെന്താ? പ്രയാഗ് രാജ് എന്നാണ്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്, U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജയിനി. അപ്പോ ഊഴമനുസരിച്ച് കുംഭമേള നടക്കുന്ന ഇന്ത്യയിലെ 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹനുമാന്റെ കുംഭമേള എന്നങ്ങ് പഠിച്ചു വെക്കുക. അതിൽ ഹനുമാന്റെ HANU ഇംഗ്ലീഷിൽ അങ്ങ് എഴുതുക. എന്നിട്ട് എന്താണ്? കുംഭമേള എന്ന് എഴുതുക. അപ്പൊ ഹനുമാന്റെ കുംഭമേളയില് H എന്താ വരുന്നത്? H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിദ്വാർ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹബാദ് ആണ്. അലഹബാദിന്റെ ഇപ്പോഴത്തെ പേരാണ് പ്രയാഗ് രാജ്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്, U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജയിനി. ഒഡീഷയുടെ പഴയ പേര് കലിംഗ. ഒഡീഷയുടെ പഴയ പേരെന്തായിരുന്നു? കലിംഗ എന്നായിരുന്നു. ഒഡീഷയുടെ തലസ്ഥാന നഗരം ഭുവനേശ്വർ. ഒഡീഷയുടെ തലസ്ഥാന നഗരം ഏതായിരുന്നു? ഭുവനേശ്വർ ആയിരുന്നു. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. പഠിച്ചോളണേ. ബ്ലാക്ക് പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഒഡീഷയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മഹാനദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദിയിലാണ്. അതുപോലെ ഏത് സംസ്ഥാനമാണ്? ഒഡീഷ സംസ്ഥാനമാണ്. പഠിക്കാനുള്ള കോഡ് എന്താ? HMO. ഹമ്മോ എന്നങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഹമ്മോ വലിയ അണക്കെട്ട് നമ്മൾ പറയൂലേ. അപ്പൊ HMO എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട് അണക്കെട്ടാണ്. കോഡ് എന്താണ്? HMO എന്നാണ്. H എന്ന് വെച്ചാൽ ഹിരാക്കുട്ട്. ഏത് നദിയാണ്? M എന്ന് പറഞ്ഞാൽ മഹാനദി. O എന്ന് പറഞ്ഞാൽ ഒഡീഷ സംസ്ഥാനത്തിന്റെ ഭാഗം. ജർമ്മനിയുടെ സഹകരണത്തോടു കൂടി ഒഡീഷയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാല റൂർക്കേലയാണ്. ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഒഡീഷയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? റൂർക്കേലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മുംബൈയിലെ ടവർ ഓഫ് സൈലൻസ് ഏത് മതവിഭാഗക്കാരുടെ ആരാധനാ നിലയമാണ്? പാഴ്സിക്കാരുടെ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന കൊട്ടാരം ആഘാ ഖാൻ കൊട്ടാരം. ദ ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെ. ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം നാഗ്പൂരാണ്. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഔറംഗാബാദിലാണ്. ഔറംഗാബാദ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ്. അജന്ത ഗുഹാ ചിത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതിൽ നിന്നാണ്? ജാതക കഥകളിൽ നിന്നാണ്. ഊഴമനുസരിച്ച് കുംഭമേള നടക്കുന്ന ഇന്ത്യയിലെ 4 സ്ഥലങ്ങൾ പ്രയാഗ്,
ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് എന്നാണ്. ഇത് പഠിക്കാനുള്ള കോഡ് എന്താണ്? ഹനുമാന്റെ കുംഭമേള എന്നങ്ങ് എഴുതുക. അതിൽ HANU എന്നുള്ളത് ഇംഗ്ലീഷിലായിരിക്കണം, എങ്കിലേ കോഡ് വർക്കാവൂ. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജയിനി, A എന്ന് പറഞ്ഞാൽ അലഹബാദ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പേരെന്താ പ്രയാഗ്രാജ് എന്ന്, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നാസിക് ആണ്, U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജയിനിയാണ് പഠിക്കുക. ഒഡീഷയുടെ പഴയ പേര് കലിംഗ. ഒഡീഷയുടെ തലസ്ഥാനം ഏതാ? ഭുവനേശ്വരാണ്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഒഡീഷയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് ഹിരാക്കുട്ടാണ്. അതുകൊണ്ട് ഹിരാക്കുട്ടിനെ നമ്മൾ കാണുമ്പോൾ ഹമ്മോ എന്ന് വിളിക്കുമല്ലേ. അപ്പൊ HMO. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിരാക്കുട്ട്, M എന്ന് പറഞ്ഞാൽ മഹാനദി, O എന്ന് പറഞ്ഞാൽ ഒഡീഷ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല എന്നുള്ളത്. DBRG എന്നുള്ള കോഡ് സുഹൃത്തുക്കളെ മറക്കാതിരിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് 1 വന്നത്. ഇതിൽ നമ്മൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അത്. ഇന്ത്യൻ അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് 1 അങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്ര നേരം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരം.